എന്നിവിടെയാണ് പ്രൈവറ്റ് പാർട്ടി സെറ്റ് ചെയ്തിരിക്കുന്നത്. അതാ ബീച്ച് യോഗൽ ഷെയ്ഖാൻ വന്നേറ്റിന് ഇത്ര രൂപ വേണം, ഇത്രയും ഖത്തർ റിയാൽ ചെലവുണ്ട്. പക്ഷെ നമ്മൾ അതിന്റെ കണക്കും നോക്കിയിട്ടില്ല. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ പാർട്ടി മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഞാൻ അത് ഷെയ്ഖാനെങ്കിലും പറഞ്ഞടുത്ത് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ കാണിക്കാൻ പറ്റില്ല. ബൈ. അപ്പോൾ നമുക്ക് വ്യാഴവും വെള്ളിയാഴ്ചയും അവധിയായിരുന്നു. അപ്പോൾ വ്യാഴാഴ്ച ഒരു ഔട്ടിങ്ങിനായിട്ട് ഇറങ്ങി. ഫുവാറൈത്ത് ബീച്ച് എന്ന് പറഞ്ഞ ബീച്ചിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇത് ഖത്തറിൻ്റെ ഒരു വളരെ മാറിക്കിടക്കുന്ന ഒരു പ്രദേശത്തുള്ള ബീച്ചാട്ടോ. അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ ഇതുവരെയും അവിടെ പോയിട്ടില്ല. അപ്പോൾ അതൊന്ന് എക്സ്പീരിയൻസ് ആയിട്ട് നമ്മൾ പോകുന്നതാണ്. കണ്ടില്ലേ, അന്നത്തെ ദിവസം തന്നെ അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു പ്രത്യേക ഫീലും തന്നെ പറയാം. നല്ല മഴയും തണവും കാറ്റും എല്ലാം കൂടി കലർന്നുള്ളൊരു കാലാവസ്ഥയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റ് നമ്മുടെ ഖത്തറിൽ കിട്ടാമെന്ന് പറഞ്ഞാൽ വളരെ പ്രഷ്യസ് ആയിട്ടുള്ളൊരു മൊമെൻ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ കുറച്ചധികം പിന്നിട്ട ശേഷം അവിടെ നമ്മൾ എത്തി. ഇവിടെ എന്ന് വെച്ചാൽ ഈ ബീച്ച് കുറച്ച് ഡെവലപ്പായിട്ട് വരണുള്ളൂ. റിസോർട്ടും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട്. പക്ഷേ അത് കുറച്ചും കൂടി എൻഹാൻസ് ചെയ്ത സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ വരണുള്ളൂ. പിന്നെ ഇവിടെ ആയിട്ട് മെയിനായിട്ട് നമ്മൾ കുറേ ലാൻഡ് ക്രൂസർ വണ്ടികളൊക്കെ കണ്ടു. അതായത് ക്യാമ്പിംഗ് സെറ്റപ്പാണ്. അതുപോലെ അവർക്ക് ചെറിയ ക്യാരവാൻ ഉണ്ടാവും, അത് കൊണ്ടുവന്ന് അവിടെ സ്റ്റേ ചെയ്യുന്നൊരു പരിപാടി. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഒരു പണി കഴിഞ്ഞിട്ടില്ലാത്ത റിസോർട്ടാട്ടോ അത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ഏരിയ ഉണ്ട്, ഒരു വഴിയുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ കൂടെ എൻ്റർ ചെയ്ത് ഇങ്ങനെ കുറേ ഏരിയ ഇങ്ങനെ കെട്ടിത്തിരിച്ചിരിക്കുകയാണ്. നമ്മുടെ ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടികൾ ഇങ്ങനെ കടലിൻ്റെ ഇത് സൈഡ് കെട്ടിത്തിരിച്ച് അവരുടെ ഒരു ഓൺ പ്രോപ്പർട്ടി ആക്കി മാറ്റിയേക്കാണ്. വേറെ ആർക്കും അങ്ങനെ എൻട്രി ഇല്ല. അപ്പോൾ നമ്മൾ അവിടെ എത്തി. കണ്ടില്ലേ, ഈ ഒരു ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ക്ലൈമറ്റിൻ്റെ ഒരു ഇവിടെ നിന്ന് കാണുന്ന ഒരു വിഷയം കണ്ടത് പ്രത്യേക ഭംഗി തന്നെ കേട്ടോ. പിന്നെ ഓൾറെഡി മഴയുടെ ഒരു സിറ്റുവേഷൻ ആയതും കൂടി കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഫീല് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അത് അടിപൊളി തന്നെ എന്ന് വേണം പറയാനായിട്ട്. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് ഈ കണ്ടില്ല, ഇവിടെ നിൽക്കണ വശം കണ്ടില്ല, ഇതിൻ്റെ കുറച്ച് പർട്ടിക്കുലർ ദൂരത്തോളം തന്നെ ഈ ഒരു വെള്ളത്തിന് ഹൈറ്റ് ഇത്രയേ ഉള്ളൂ. നമുക്ക് സുഖമായിട്ട് നടന്നു പോകാം. അവിടെ നിന്ന് ഫോട്ടോ എടുക്കാം. നമുക്ക് കുറച്ച് നേരം കടൽക്കാറ്റ് അല്ലെങ്കിൽ കടലിനോട് ഇഴുകി ചേർന്ന് നിൽക്കാനായിട്ടും സാധിക്കുന്നതാണ്. അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇവിടെ നിന്നു കേട്ടോ. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഇപ്പുറത്തേക്കൊന്നും കിടക്കാനുള്ളൊരിതൊന്നുമില്ല. അപ്പം നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ അതുമല്ല, സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഏകദേശം ഈവനിങ് ആയി, ഇരുട്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു മൂഡ് കിട്ടത്തില്ല. അപ്പോൾ പിന്നെ നമുക്കത് എൻജോയ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ നമ്മൾ കുറച്ചധികം സ്പെൻഡ് ചെയ്തിട്ട് അവിടെ നിന്ന് നടന്നു. കണ്ടില്ല, ഇങ്ങനെ കുറേ വണ്ടികൾ ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടിയൊക്കെ നടന്നു. പക്ഷേ ഈ കുറേ ഏരിയ ഇങ്ങനെ പ്രൈവറ്റായിട്ട് തിരിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന് കുറച്ച് ദൂരത്തിന് ശേഷം നമുക്ക് ഉള്ളിലേക്ക് എൻ്റർ ചെയ്യാനുള്ള ഏരിയ ഉണ്ട്. അപ്പോൾ അതിന് തൊട്ട് ഇപ്പുറത്തായിട്ട് കുറേ ടെൻറ്റുകളും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. കണ്ടില്ലേ, ഇവിടെ നിന്നുള്ളൊരു വ്യൂ അടിപൊളി കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. അതിൻ്റെ കളറ് കണ്ടില്ലേ, കടലിൻ്റെ തന്നെ. ഇപ്പോൾ കണ്ടില്ല, ഇതൊരു പ്രയർ പാർട്ടി സെറ്റപ്പാണ്. അപ്പോൾ നമ്മൾ അതത്ര ആക്റ്റീവായിരുന്നില്ല. അപ്പോൾ നമ്മൾ കുറച്ച് നേരം, പിന്നെ അതുപോലെ നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ ഒന്ന് അടിപൊളിയായിട്ടൊന്ന് റെസ്റ്റൊക്കെ ചെയ്ത് ചെറിയ ഗെയിംസും കാര്യങ്ങളൊക്കെ കളിച്ച് ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് പിന്നെ ഡൈലൈറ്റൊക്കെ പോയതിന് ശേഷമാണ് നമ്മളവിടെ ഇറങ്ങിയത് തന്നെ. വളരെ അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആട്ടോ ഈ ബീച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ആക്കിയാൽ നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.